നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രനെ, മുൻ ദേവസ്വം മന്ത്രിയെ, ഏത് സമയവും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കാമെന്നുള്ള സൂചനകൾ ശക്തമാകുമ്പോൾ CPM-ൽ ശരിക്കും ചങ്കടിപ്പുണ്ടാകുന്നുണ്ട്. CPM-ലെ ഒരു മന്ത്രിയെ, അതും കടകംപള്ളിയെപ്പോലെ വലിയ തലപ്പൊക്കമുള്ള നേതാവിനെ, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ CPM-ന് കേരളത്തിൽ ഇരിക്കപ്പുറതി ഉണ്ടാകില്ല. ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ട് CPM സംസ്ഥാന നേതൃത്വവും പിണറായി വിജയൻ. അതിനേക്കാളേറെ അവർ ഭയക്കുന്നത് ഒരു കാര്യത്തിലാണ്. SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യം ചെയ്യലിൽ എന്തായിരിക്കും കടകംപള്ളി പറയുക? കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം തുറന്നു പറയുന്ന സത്യങ്ങളെക്കുറിച്ച് CPM നേതൃത്വത്തിന് നല്ല ഭീതിയുണ്ട്. 2016-21 കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തയാളും വിശ്വസ്തനുമായിരുന്നു. കടകംപള്ളി ദേവസ്വം വകുപ്പ് ഭരിക്കുമ്പോൾ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ശബരിമല സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന കാര്യത്തിലായാലും ദേവസ്വം ബോർഡുകളിലെ മറ്റ് കാര്യങ്ങൾക്കായാലും മരാമത്ത് പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായാലും പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും താല്പര്യം അനുസരിച്ച് മാത്രമേ കടകംപള്ളി മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ കടകംപള്ളിയുടെ നാവിൽ ചില സത്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് CPM-ന് നന്നായി അറിയാം. ഈ പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ ചിലത് പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ CPM-ലെ സാക്ഷാൽ ദൈവത്തെ പോലും, അല്ലെങ്കിൽ CPM-ലെ ഇപ്പോഴുള്ള ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിന് പോലും ഒരുപക്ഷെ ചങ്കടിപ്പുണ്ടാകുമെന്നാണ് അറിയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയും പാർട്ടിയും അറിയാതെ കടകംപള്ളി ശബരിമലയിൽ നിന്നല്ല ഒരിടത്തും ഒന്നും ചെയ്തിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ കുറേ പോറ്റിമാരും ഉദ്യോഗസ്ഥരും മാത്രമല്ല അതിൻ്റെ കയ്യാളുകളെന്ന് നേരത്തെ തന്നെ ആളുകൾക്കിടയിൽ ഉറച്ച വിശ്വാസമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും വാസുവും മാത്രമല്ല, ഇവരെ നിയമിച്ചവരിൽ അല്ലെങ്കിൽ ഇവരെ അവിടെ കൊണ്ടുവന്നവർക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ചില വൻകിട വ്യവസായികൾക്ക് ശബരിമലയിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. ആ വ്യവസായികളും കേരളത്തിലെ ഭരണകൂടവും തമ്മിൽ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയായ CPM-ഉം തമ്മിലുള്ള ചില ബന്ധങ്ങൾ, അത് ഇതിലൂടെ പുറത്തു വന്നേക്കാമെന്നാണ് ഇപ്പോൾ പാർട്ടി ഭയക്കുന്നത്. കടകംപള്ളിയുടെ നാവിൽ നിന്നും ചില സത്യങ്ങൾ പുറത്തു വന്നേക്കാം അദ്ദേഹം അറസ്റ്റിലാവുകയാണെങ്കിൽ. ആ സത്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്ക് കയ്യെത്തുന്ന തരത്തിലുള്ള ചില അജണ്ടകളിലേക്കും ഗൂഢാലോചനകളിലേക്കും നീങ്ങിയേക്കാം. കേരളത്തിന് പുറത്തുള്ള ചില വൻകിട വ്യവസായികൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണ്, പാർട്ടിയുടെ സമുന്നത നേതാക്കൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ സമുന്നത നേതാക്കൾ, ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കൾക്ക് അവർക്ക് ഇത്തരം വ്യവസായികളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ആ വ്യവസായികൾക്ക് ശബരിമലയിലും ചില താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ് CPM-ൻ്റെ ചില വൃത്തങ്ങൾ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുകയോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. കടകംപള്ളി സത്യം പറഞ്ഞാൽ CPM-ന് ഒന്ന് വേർക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPM-എന്ന് വെച്ചാൽ ആരാണോ CPM-നെ നയിക്കുന്നത് അവർക്ക് തന്നെ. അതുകൊണ്ട് കടകംപള്ളി സത്യം പറയുമോ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമോ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അനന്തരഫലം എന്നാണ് ഈ CPM-ലെ ഉന്നത നേതൃത്വം ഇപ്പോൾ ഭയക്കുന്നത്. കാരണം കേരളത്തിന് പുറത്തുള്ള വ്യവസായികൾ അങ്ങനെ വെറുതെ ഒന്നും വന്ന് ശബരിമലയിൽ തങ്ങളുടെ താല്പര്യ പ്രദർശനം നടത്തില്ല. അവർക്ക് കൃത്യമായ പിന്തുണ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകണം. ആരാണ് ഭരണകൂടമെന്ന ചോദ്യത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ചില വ്യവസായികളുമായി ചുറ്റിപ്പറ്റിയുള്ള ചില ദുരൂഹമായ ഇടപാടുകൾ ശബരിമലയിൽ നടന്നു എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ കടകംപള്ളിക്ക് അറിയാമെന്നാണ് ചില CPM നേതാക്കൾ തന്നെ രഹസ്യമായി നമ്മളോട് പറയുന്നത്. അത് പറഞ്ഞ നേതാക്കൾ പലരും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ലെങ്കിലും ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വിശ്വസ്തരൊക്കെ ആയിരുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയുടെ നാവിൽ വരുന്ന, അല്ലെങ്കിൽ കടകംപള്ളിയുടെ നാവിൽ നിന്ന് പൊഴിയാൻ സാധ്യതയുള്ള സത്യങ്ങളെ CPM നന്നായി ഭയക്കുന്നുണ്ടെന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആരറസ്റ്റിലായാലും അല്ലെങ്കിൽ ആർക്കെതിരെ കേസെടുത്താലും കടകംപള്ളിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങല്ലേ എന്നൊരു പ്രാർത്ഥനയാണ്, എന്നൊരു ആഗ്രഹമാണത്രേ ഇപ്പോൾ CPM-ൻ്റെ ഉന്നത നേതൃത്വത്തിനുള്ളത്. പക്ഷേ ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി കടുംപിടുത്തം തുടരുന്ന സാഹചര്യത്തിൽ എന്തും ഈ വിഷയത്തിൽ സംഭവിക്കുകയും ചെയ്യാം.